ഇന്നത്തെ എൻ്റെ ടേസ്റ്റി പെപ്പർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്നുള്ളത് കണ്ടു നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പെപ്പർ ചിക്കനാണ്. ഇതിൻ്റെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്. ഒരു 3-4 സ്പൈസ് റോസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആ സ്പൈസസ് റോസ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ടൈമിൽ റോസ്റ്റ് ചെയ്ത് പൊടിക്കുക. ഓവറായിട്ട് റോസ്റ്റ് ചെയ്യാനും പാടില്ല, ആവാതിരിക്കാനും പാടില്ല. അപ്പോൾ നന്നായി റോസ്റ്റ് ചെയ്ത് പൊടിച്ച് അതിൽ ആഡ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ മണം വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക് കമൻറ്റ്സ് ഇടുക, ഓൾസോ ലൈക്ക് തരിക, ഷെയർ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് എൻകറേജ്മെൻറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണം എന്നുള്ള പാചകത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത്, ഒരു പാൻ വെച്ചിട്ട് ഈ റോസ്റ്റ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് വേഗം ഒന്ന് റോസ്റ്റ് ചെയ്ത് വയ്ക്കുമ്പോഴേക്കും അത് പൊടിച്ച് തണുക്കും. അപ്പോൾ 1 സ്പൂൺ പെരിഞ്ജീരകം, 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ കുരുമുളക്, ഇത് 3ഉം കൂടി ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ മാതിരി റോസ്റ്റ് ചെയ്യാൻ ടൈം കറക്റ്റായിരിക്കണം. നന്നായിട്ടൊന്ന് തുടുത്ത് നല്ല സ്മെൽ വരുന്ന സമയത്ത് അത് ഓഫ് ചെയ്തിട്ട് പൊടിക്കുക. അപ്പോൾ അത് പെപ്പർ ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കണേ. എന്തെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കുക, നല്ലെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കുക. പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഒരു മണമാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിൽ ഞാൻ കൂടുതലായിട്ട് എണ്ണ ഉപയോഗിക്കാനേ പോകുന്നില്ല, മനസ്സിലായോ? ഈ എണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത് ഞാൻ പൊടിക്കുമ്പോൾ പെരിഞ്ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു. അപ്പോൾ ഇത് വെറുതെ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഇടാനാണ്. അത് ആദ്യം കുറച്ച് പെരിഞ്ജീരകം ഇട്ടു. ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ഒരു 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ്. ഈ പെപ്പർ ചിക്കൻ ചെയ്യുന്നത് ഒരു 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ പെരിഞ്ജീരകം ഒന്ന് നന്നായി പൊട്ടി വരട്ടെ. ഈ പെരിഞ്ജീരകം ഒന്ന് ചെറുതായി പൊട്ടി വന്നപ്പോൾ ഇതൊരു 3/4 കപ്പ് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത്, ഇത് നന്നായി ഒന്ന് വഴറ്റണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി വഴന്ന് വരട്ടെ. കുറച്ച് നേരം ഇതൊന്നിങ്ങനെ ഒരു സോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് വേഗം ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ലേശം ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ടിതൊന്ന് വേഗം സോട്ടാവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സോട്ടായി വന്നപ്പോൾ ഒരു 2 പച്ചമുളക്, ഇതിലല്ലാണ്ട് എരിവിന് കുരുമുളക് അല്ലാണ്ട് പെപ്പർ അല്ലാണ്ട് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഇത് 2 മുക്കാൽ ടീസ്പൂണാണ്. 1/2 കിലോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 2 ഒരു ടീസ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. കൃത്യമായിട്ട് അങ്ങനെ കണക്ക് പറയുന്നില്ല. ഇതുകൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്യുക. ഇതിൻ്റെ പച്ച മണം പോകണം. ഇതിലേക്ക് ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ഇടുകയാണ്, വളരെ കുറച്ച് കേട്ടോ, 1/4 ടീസ്പൂൺ ഇട്ടു. ഇനി ഇതിൻ്റെ പച്ച മണം പോയ സമയത്ത് ഞാൻ ചിക്കൻ ആഡ് ചെയ്യണം. ഇതെല്ലാം മീഡിയം സൈസിൽ മുറിച്ച ചിക്കനാണ്. ഇതൊന്ന് നന്നായി ഒന്ന് സോട്ട് ചെയ്യാം. ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇതിൻ്റെയൊക്കെ കൂടെ കിടന്ന് ഇതൊന്ന് വേവണം. ഞാനിപ്പോൾ ഇത് നല്ല ഹീറ്റിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതൊന്ന് നല്ലോണം ഒരു വെള്ള നിറത്തിൽ ആ ചിക്കൻ ഒന്നാവട്ടെ. ഇത് ഞാനിത് 5 മിനിറ്റ് ഒന്നിങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നു, ഒരു 5 മിനിറ്റ്. ഇപ്പം ഞാനിതിലേക്ക് 1 കപ്പ് ചുടുവെള്ളമാണ് ഒഴിക്കണം കേട്ടോ, ഇത് വേവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനെ ഞാൻ ലേശം കൂടി ഉപ്പ് വേണമെന്ന് നോക്കി ഉപ്പിട്ടിട്ട് ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് വേവിക്കാൻ പോവാണ്.
ലേശം ഉപ്പ് കൂടി ഇടുന്നുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് വേവട്ടെ. അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കും. അപ്പോൾ ഈ സ്പൈസ് പൗഡർ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് എല്ലാവരെയും മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്പൈസ് പൗഡറാണ് അതിൻ്റെ മണം കൊടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില നല്ലൊരു മണം കൊടുക്കും. ആദ്യം ഇട്ടതും രണ്ടാമത് ഇടുന്നതും കറിവേപ്പില എത്ര ഇട്ടാലും നല്ലതാണ്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ ചെയ്യാൻ പോണത് ഒരു 4-5 കാഷ്യൂ അരച്ച് ചേർക്കുക. ഇത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഈ കാഷ്യൂവിൻ്റെ പേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഈ പെപ്പർ ചിക്കന്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇതാണ് ഫൈനൽ സ്റ്റേജ്. ഇനി ചെയ്യാൻ പോണത് കാഷ്യൂ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നിറയെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് നമുക്കതിലേക്ക് ചോപ്പ് ചെയ്തിടാം. ഈ കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് എല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതങ്ങനെ ഒരു ഗ്രേവി രൂപത്തിലാവും. ഇനി നമുക്ക് മല്ലിയില തൂകിയിട്ട് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തി. ഇനി നമുക്കിതിനെ സ്വിച്ച് ഓഫ് ചെയ്യാം. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ മല്ലിയില ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടേസ്റ്റി പെപ്പർ ചിക്കൻ റെസിപ്പി കണ്ടുവല്ലോ. ഇതിപ്പോൾ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായി കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ.